3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ എക്സാം ഓറിയൻറ്റഡ് സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലെയിൻ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന 2 സബ് സെക്ഷനുകളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫോർമുലാസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും മാത്രമാണ്. അതിന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഫോർമുലാസുകളാണ് ബോർഡിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു എ ഗിവൺ വെക്റ്റർ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലെയിനിൻ്റെ ഇക്വേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ആ പ്ലെയിനിൻ്റെ പ്രത്യേകത എന്താണ്? പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്, ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യണം. കൂടാതെ പെർപെൻഡിക്കുലർ ടു എ ഗിവൺ വെക്റ്റർ, ഒരു വെക്റ്ററിന് പെർപെൻഡിക്കുലർ ആവണം. അപ്പോൾ ഒരു വെക്റ്ററിന് പെർപെൻഡിക്കുലർ ആവുകയും പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യുകയും ചെയ്യുന്ന പ്ലെയിനിൻ്റെ ഇക്വേഷനാണ് പറയുന്നത്. അതിനെ വെക്റ്റർ ഇക്വേഷനായിട്ട് നമുക്ക് പറയാം, അതുപോലെ തന്നെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ കാര്യമായിട്ടും പറയാം. വെക്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എൻ ഈക്വൽ ടു 0, ആർ മൈനസ് എ ഡോട്ട് എൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമുക്ക് ഷോർട്ടായിട്ട് പഠിച്ചു വെക്കാം. ഇതിൽ എ വെക്റ്റർ എന്ന് പറയുന്നത് പോയിന്റിന്റെ പൊസിഷൻ വെക്ടറാണ്. എൻ എന്ന് പറയുന്ന വെക്ടർ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന വെക്ടർ ഏതാണോ അതാണ് എൻ വെക്ടർ ആയിട്ട് പറയുക. ഈ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ വേർഡിന് പകരം ചിലപ്പോൾ ക്വസ്റ്റ്യൻസുകളിൽ നിങ്ങൾക്ക് നോർമൽ വെക്റ്റർ എന്ന് പറഞ്ഞ് തരാറുണ്ട്. നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ വെക്ടർ തന്നെയാണ്. അത് നോർമൽ വെക്കാം. അപ്പോൾ എൻ എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ വെക്ടറാണ്. അതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് y1 പ്ലസ് സി ഇൻറ്റു സെഡ് മൈനസ് z1 ഈക്വൽ ടു 0. ഇതിലെ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ നോർമൽ വെക്റ്റർ ഓർ പെർപെൻഡിക്കുലർ വെക്ടർ. ആ പെർപെൻഡിക്കുലർ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ 3 പോയിന്റ്സ്, 3 പോയിന്റിലൂടെ കടന്നു പോകുന്ന പ്ലെയിനിൻ്റെ ഇക്വേഷൻ. ഇത് 3 നോൺ കൊളീനിയർ പോയിന്റ്സ് എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാറുണ്ട്. 3 പോയിന്റുകൾ തന്നിട്ട് പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഫോർമുലാസുകൾ അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ എന്തായിരിക്കും? നോൺ കൊളീനിയർ പോയിന്റ്സുകളായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇതിൽ വെക്ടർ ഇക്വേഷൻ ആണെങ്കിൽ ആദ്യത്തെ ഫോർമുല അപ്ലൈ ചെയ്യുക, കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെങ്കിൽ രണ്ടാമത്തെ ഫോർമുല അപ്ലൈ ചെയ്യുക. വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്ന ആശയം എഴുതിയിരിക്കുന്നത് ആർ മൈനസ് എ ഡോട്ട് ബി മൈനസ് എ ക്രോസ് സി മൈനസ് എ ഈക്വൽ ടു 0. ഇതിലെ എ വെക്ടർ, ബി വെക്ടർ, സി വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോയിന്റിൻ്റെയും പൊസിഷൻ വെക്ടറുകളാണ്. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എക്സ് മൈനസ് x1 വൈ മൈനസ് y1 z മൈനസ് z1, x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1, x3 മൈനസ് x1 y3 മൈനസ് y1 z3 മൈനസ് z1 ഈക്വൽ ടു 0. ആ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ ഇസഡ് കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഇക്വേഷനാണ് നമ്മൾ എന്തായിട്ട് പറയുക? കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദാറ്റ് പ്ലെയിൻ എന്ന് പറയുന്ന ആശയം പറഞ്ഞ് നിർത്തുന്നത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്കൊന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ വെക്റ്റർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻസ് ഓഫ് പ്ലെയിൻ വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് 5, 2, -4 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ വിത്ത് ഡയറക്ഷൻ റേഷ്യോസ് 2, 3, -1. അതായത് നമുക്ക് പ്ലെയിൻ എന്ന് പറയുന്നതിൻ്റെ വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനുമാണ് കണ്ടുപിടിക്കാനുള്ളത്. ആ പ്ലെയിൻ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അത് 5, 2, -4 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. കൂടാതെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെക്റ്റർ ഉണ്ട്. ആ വെക്റ്റർ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ 2, 3, -1 എന്ന് പറഞ്ഞ കാര്യവും ആണ്. ഈ 2 കാര്യവും ഹോൾഡ് ചെയ്യുന്ന പ്ലെയിനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷനും വേണം, നമുക്ക് വെക്റ്റർ ഇക്വേഷൻ എന്ന് പറഞ്ഞ കാര്യവും വേണം. തൊട്ട് മുകളിൽ നമ്മൾ ഫോർമുല പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഗിവൺ കണ്ടീഷൻസുകളിലേക്ക് പോകുമ്പോൾ എന്താണ്? പോയിന്റ് എന്ന് പറയുന്ന കാര്യം തന്നിട്ടുണ്ട്, 5, 2, -4. ഡയറക്ഷൻ റേഷ്യോസ്, അതിനെ ഷോർട്ടാക്കി നമുക്ക് ഇങ്ങനെ എഴുതാം. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് പെർപെൻഡിക്കുലർ വെക്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്? എൻ വെക്ടർ ആണ്. എൻ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് 2, 3, -1 ആണ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ കണ്ടീഷൻ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞു. വെക്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ഇക്വേഷൻ ഈസ് വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ എ ഡോട്ട് എൻ ഈക്വൽ ടു 0. അതായത് വെക്റ്റർ ആർ മൈനസ് എ വെക്ടർ എന്ന് പറഞ്ഞ കാര്യം എഴുതണമെങ്കിൽ ഇതിനെ IJ കോമ്പിനേഷനിലേക്ക് മാറ്റുക. 5i പ്ലസ് 2j മൈനസ് 4k ഡോട്ട് എൻ വെക്ടർ എഴുതണമെങ്കിൽ ഇതിനെ IJ കോമ്പിനേഷനിലേക്ക് മാറ്റുക. 2i പ്ലസ് 3j മൈനസ് k ഈക്വൽ ടു 0.
അപ്പോൾ വെക്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുമ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഈസ് എങ്ങനെയാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതിയിരുന്നത്? a ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ വൺ പ്ലസ് സി ഇൻറ്റു സെഡ് മൈനസ് സെഡ് വൺ ഈക്വൽ ടു 0. ഇവിടെ എക്സ് വൺ വൈ വൺ സെഡ് വൺ എന്ന് പറയുന്നത് 5 2 മൈനസ് 4, ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് 2 3 മൈനസ് 1. അപ്പോൾ ഞാനത് അവിടേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് 5 പ്ലസ് ബി എന്ന് പറയുന്നത് 3 ഇൻറ്റു വൈ മൈനസ് വൈ വൺ എന്ന് പറയുന്നത് 2 പ്ലസ് സി എന്ന് പറയുന്നത് മൈനസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് വൺ എന്ന് പറയുന്നത് മൈനസ് 4 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് ഇനിയും സിംപ്ലിഫൈ ചെയ്യാം. 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x മൈനസ് 10 പ്ലസ് 3y മൈനസ് 6 മൈനസ് ഇസഡ് മൈനസ് 4 ഈക്വൽ ടു 0. ഇവിടെ ശരിക്കും പോസിറ്റീവ് ആണ്, പക്ഷെ പുറത്തൊന്ന് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? മൈനസ് ആയി മാറും. ആദ്യം എക്സിൻ്റെ ടേം 2x, അടുത്തത് വൈൻ്റെ ടേം പ്ലസ് 3y, ഇസഡിൻ്റെ ടേം മൈനസ് ഇസഡ്, കോൺസ്റ്റന്റ് ടേമുകൾ മൈനസ് 10 മൈനസ് 6 മൈനസ് 16 ആയി. മൈനസ് 16 മൈനസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 20 ഈക്വൽ ടു 0. അതായത് എല്ലാം ഒരേ സിമ്പിളാണ്. അപ്പോൾ ആഡ് ചെയ്യുക, അതേ സിമ്പിൾ നിലനിർത്തുക. അപ്പോൾ 2x പ്ലസ് 3y മൈനസ് 3y മൈനസ് ഇസഡ് മൈനസ് 20 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കാർട്ടീഷ്യൻ ഇക്വേഷൻ കിട്ടുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. Find the vector and Cartesian equations of the plane passing through 1 0 minus 2 and normal to the vector I plus j minus k. നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ വെക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗിവൺ കണ്ടീഷൻസുകൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ വെക്ടർ ഇക്വേഷൻ കാണും, കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് തന്നിരിക്കുന്നത് പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റും പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന വെക്ടറും തന്നിട്ടുണ്ട്. അതായത് പോയിന്റ് എന്ന് പറയുന്നത് 1 0 മൈനസ് 2. പെർപെൻഡിക്കുലർ വെക്ടറിനെയാണ് നമ്മൾ എൻ വെക്ടർ കൊണ്ട് ഡിനോട്ട് ചെയ്യുക. അത് ഐ പ്ലസ് ജെ മൈനസ് കെ. വെക്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ എ ഡോട്ട് എൻ ഈക്വൽ ടു 0. അതായത് വെക്റ്റർ ആർ മൈനസ് എ വെക്ടർ എഴുതണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്താൽ മതി? ഐ ജെ കെ കോമ്പിനേഷനിലേക്ക് മാറ്റിയാൽ മതി. ഐ പ്ലസ് 0j മൈനസ് 2k ഡോട്ട് എൻ വെക്ടർ എന്ന് പറയുന്നത് ഐ പ്ലസ് ജെ മൈനസ് കെ ഈക്വൽ ടു 0. അപ്പോൾ വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞ കാര്യം അത് കഴിഞ്ഞു. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഈസ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ വൺ പ്ലസ് സി ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് വൺ ഈക്വൽ ടു 0. എ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് ജെ എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് കെ എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഏതാ വരിക? 1 1 മൈനസ് 1 ആണ് വരിക. എന്റെ പൊസിഷനിൽ 1 എഴുതി. എക്സ് മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് 1 പ്ലസ് ബി എന്ന് പറയുന്നത് ജെയിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ഇൻറ്റു വൈ മൈനസ് വൈ വൺ എന്ന് പറയുന്നത് 0 പ്ലസ് സി എന്ന് പറയുന്നത് കെയിൻ്റെ കോഎഫിഷ്യൻ്റ് മൈനസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് വൺ എന്ന് പറയുന്നത് മൈനസ് 2 ഈക്വൽ ടു 0. 1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1, 1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ മാത്രമേ വരുള്ളൂ. കാരണം വൈ മൈനസ് 0 വൈ ആണ്. 1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ വൈ വരുന്നു. മൈനസ് 1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 1 ഇൻറ്റു ഇസഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇസഡ്. ഇത് ഓൾറെഡി പ്ലസ് 2 ആണ്. മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് 2 ഈക്വൽ ടു 0. എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് മൈനസ് 3 ഈക്വൽ ടു 0. അടുത്ത ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. അതിന് 3 പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. 3 പോയിന്റുകൾ തന്നിട്ട് പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫോർമുലയാണ് നമുക്കവിടെ പറയാനുള്ളൂ. ഒന്ന് വെക്റ്റർ ഇക്വേഷനും മറ്റേത് കാർട്ടീഷ്യൻ ഇക്വേഷനും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൈൻഡ് ദി ഇക്വേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെക്റ്റർ ഇക്വേഷൻ വേണമെന്നോ കാർട്ടീഷ്യൻ ഇക്വേഷൻ വേണമെന്നോ പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോം കണ്ടെത്തിയാൽ മതി. കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെങ്കിൽ അത് ചെയ്യുക, വെക്റ്റർ ഇക്വേഷൻ ആണെങ്കിൽ അത് ചെയ്യുക. സാധാരണ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ലോജിക്കിലേക്കാണ് പോവുക. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം ഫോർമുല അറിയാമെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. കാർട്ടീഷ്യൻ ഇക്വേഷൻ്റെ ഫോർമുല ഒന്ന് ആദ്യം എഴുതാം.
കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഈസ് ഡിറ്റർമിനന്റ് എക്സ് മൈനസ് എക്സ് വൺ വൈ മൈനസ് വൈ വൺ ഇസഡ് മൈനസ് ഇസഡ് വൺ. രണ്ടാമത്തെ റോ വരുന്നത് എക്സ് ടു മൈനസ് എക്സ് വൺ വൈ ടു മൈനസ് വൈ വൺ ഇസഡ് ടു മൈനസ് ഇസഡ് വൺ. മൂന്നാമത്തെ റോ എക്സ് ത്രീ മൈനസ് എക്സ് വൺ വൈ ത്രീ മൈനസ് വൈ വൺ ഇസഡ് ത്രീ മൈനസ് ഇസഡ് വൺ ഈക്വൽ ടു 0. ഇതിലെ ആദ്യത്തെ പോയിന്റ് ആണ് എക്സ് വൺ വൈ വൺ സെഡ് വൺ, രണ്ടാമത്തെ പോയിന്റ് എക്സ് ടു വൈ ടു സെഡ് ടു, മൂന്നാമത്തെ പോയിന്റ് എക്സ് ത്രീ വൈ ത്രീ സെഡ് ത്രീ. ഞാൻ അതിലേക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോവാണ്. എക്സ് മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് 2, വൈ മൈനസ് വൈ വൺ എന്ന് പറയുന്നത് 5, ഇസഡ് മൈനസ് ഇസഡ് വൺ എന്ന് പറയുന്നത് -3. എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എക്സ് കോർഡിനേറ്റും ഇവിടുത്തെ ആദ്യത്തെ എക്സ് കോർഡിനേറ്റും തമ്മിൽ മൈനസ് ചെയ്യാം. അതായത് -2 -2 -3 -5. ഇപ്പോൾ വൈ കോർഡിനേറ്റ് ആണ് നമ്മൾ മൈനസ് ചെയ്തിട്ടുള്ളത്. 5 മൈനസ് -3 5 മൈനസ് -3. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്യുക. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ മൈനസ് ചെയ്തു, രണ്ടാമത്തെ മൈനസ് ചെയ്തു, മൂന്നാമത്തെ മൈനസ് ചെയ്തു. അതാണ് നമ്മുടെ സെക്കൻഡ് റോ വരുന്നത്. തേർഡ് റോയിലേക്ക് പോകുമ്പോൾ എക്സ് ത്രീ മൈനസ് എക്സ് വൺ ആണ്. അപ്പോൾ 5 മൈനസ് 2 3 മൈനസ് 5 -3 മൈനസ് -3 -3 മൈനസ് -3 ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് x മൈനസ് 2 y മൈനസ് 5 z പ്ലസ് 3. -2 -2 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? -4. -3 -5 -8. 5 മൈനസ് -3 എന്ന് പറയുമ്പോൾ രണ്ട് മൈനസ് കൊണ്ട് പ്ലസ് ആവും. അപ്പോൾ 5 + 3 8 വരും. 5 - 2 എന്ന് പറഞ്ഞാൽ 3 വരും. 3 - 5 എന്ന് പറയുന്നത് -2 വരും. -3 -3 ഒരേ കാര്യമാണ് മൈനസ് ചെയ്യുന്നത്, അതുകൊണ്ട് അവിടെ 0 വരുന്നു, ഈക്വൽ ടു 0. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിറ്റർമിനന്റിനെ എക്സ്പാൻഡ് ചെയ്യാം. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എക്സ് മൈനസ് 2 ഇൻറ്റു ഡിറ്റർമിനന്റ് എക്സ് മൈനസ് 2 നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ -8 8 -2 0 മൈനസ് y മൈനസ് 5 എന്ന് പറയുന്ന കാര്യം എഴുതുക. y മൈനസ് 5 ഇൻറ്റു ഡിറ്റർമിനന്റ് y മൈനസ് 5 നിൽക്കുന്ന കോളം ഡിലീറ്റ് ചെയ്യുക, റോ ഡിലീറ്റ് ചെയ്യുക. ബാക്കി -4 8 3 0 -4 8 3 0 പ്ലസ് z പ്ലസ് 3 ഇൻറ്റു ഡിറ്റർമിനന്റ് z പ്ലസ് 3 നിൽക്കുന്ന കോളം ഡിലീറ്റ് ചെയ്യുക, റോ ഡിലീറ്റ് ചെയ്യുക. ബാക്കി -4 -8 3 -2 x മൈനസ് 2 ഇൻറ്റു -8 ഇൻറ്റു 0 0 മൈനസ് -2 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ -16 മൈനസ് y മൈനസ് 5 ഇൻറ്റു -4 ഇൻറ്റു 0 0 മൈനസ് 3 ഇൻറ്റു 8 എന്ന് പറയുന്നത് 24 പ്ലസ് z പ്ലസ് 3 ഇൻറ്റു -4 ഇൻറ്റു -2 പ്ലസ് 8 ആണ് വരിക. -3 ഇൻറ്റു -8 -24 ഈക്വൽ ടു 0. ഇവിടെ 16 ആണ് വരിക. 16 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16x മൈനസ് 32. ഇവിടെ -24 ആണ് വരിക. ഈ മൈനസ് കൂടി ചേരുമ്പോൾ +24 ആയി. 24 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 ഇൻറ്റു y 24y മൈനസ് 24 ഇൻറ്റു 5 എന്ന് പറയുന്നത് 120 പ്ലസ് ഇവിടെ 32 ആണ് വരിക. 32 ഇൻറ്റു z എന്ന് പറയുന്നത് 32z പ്ലസ് 32 ഇൻറ്റു 3 എന്ന് പറയുന്നത് 96 ഈക്വൽ ടു 0. ആദ്യം എക്സിൻ്റെ ടേം എഴുതി, അടുത്തത് വൈൻ്റെ ടേം എന്ന് പറഞ്ഞ കാര്യം എഴുതി, അടുത്തത് ഇസഡിൻ്റെ ടേം എന്ന് പറഞ്ഞ കാര്യം എഴുതി. ഇനി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് -32 ഉണ്ട്, -120 ഉണ്ട്. അതായത് -152 പ്ലസ് 96 -56 ഈക്വൽ ടു 0. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 3 -1 2 5 2 4 ആൻഡ് -1 -1 6. 3 പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ 3 പോയിന്റിലൂടെ കടന്നു പോകുന്ന പ്ലെയിനിന്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. ഞാൻ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞു ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എന്ന് മാത്രമേ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. വെക്ടർ ഇക്വേഷൻ ആണ്, കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് എന്നുള്ള കാര്യമൊന്നും പ്രത്യേകം പറയാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടെത്തിയാൽ മതി. തൊട്ട് മുന്നേ നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷനാണ് കണ്ടുപിടിച്ചത്. ഇനി വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്ന ആശയമാണ് ഇതിൽ ഞാൻ പറയുന്നത്. രണ്ടിൻ്റെയും ഓരോ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ വെക്ടർ ഇക്വേഷനിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നത്. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് ആ ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് മുൻപിലേക്ക് പോവുക. അപ്പോൾ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ ഫോർമുല ഒന്ന് എഴുതാം. വെക്ടർ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഈസ്
വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി മൈനസ് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ സി മൈനസ് വെക്റ്റർ എ ഈക്വൽ ടു 0. അപ്പോൾ എ വെക്ടറും ബി വെക്ടറും സി വെക്ടറുമാണ്. എ വെക്ടർ എന്ന് പറയുന്നത് ആദ്യത്തെ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ 3i മൈനസ് ജെ പ്ലസ് 2k. ബി വെക്ടർ എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ 5i പ്ലസ് 2j പ്ലസ് 4k. സി വെക്ടർ എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ -i മൈനസ് ജെ പ്ലസ് 6k. ഇത് നിങ്ങൾ ഫോർമുല ഒന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് ഇവിടെ ബി മൈനസ് എയും കാണാം, സി മൈനസ് എയും കാണാം, പിന്നീട് അത് ക്രോസ് ചെയ്തിരിക്കുന്നതും കാണാം. ആ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാണ്, ബി മൈനസ് എ എന്ന് പറയുന്ന ആശയം ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ബി വെക്ടറിൽ നിന്നും എ വെക്ടർ മൈനസ് ചെയ്യുക. 5iയിൽ നിന്നും 3i മൈനസ് ചെയ്താൽ 2i. 2jയിൽ നിന്നും മൈനസ് ജെ മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 3j. 4kയിൽ നിന്ന് 2k മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് 2k. ഇവിടുത്തെ കാര്യത്തിൽ ഈ ഡിഫറൻസിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി. അവിടെ വർക്ക് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. 2jയിൽ നിന്നും മൈനസ് ജെ മൈനസ് ചെയ്യുക. അപ്പോൾ 2 മൈനസ് വരുമ്പോൾ അവിടെ എന്താവും, പ്ലസ് ആവും. അതാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ. ഓക്കെ, അടുത്തത് സി മൈനസ് എ എന്ന് പറയുന്ന ആശയം ഫോർമുലയിൽ ഉള്ളത് കൊണ്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അതായത് സി വെക്ടറിൽ നിന്നും എ വെക്ടർ മൈനസ് ചെയ്യുക. -i മൈനസ് 3i മൈനസ് 4i മൈനസ് ജെ മൈനസ് മൈനസ് ജെ പ്ലസോ മൈനസോ ഏത് വേണമെങ്കിൽ ഇടാം 0j. അതായത് ഒരേപോലെയുള്ള കാര്യമാണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 0 വരും. 6k മൈനസ് 2k പ്ലസ് 4k. ഇത് മാത്രം എഴുതിയാൽ പോരാ, ഒരു കാര്യം കൂടി അവിടെ ചെയ്യാനുണ്ട്. എന്താണ്, ബി മൈനസ് എ ക്രോസ് സി മൈനസ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് i j k. ബി മൈനസ് എ എന്ന് പറയുന്ന വെക്ടറിന്റെ i j k കോയിഫിഷ്യന്റ് 2 3 2. സി മൈനസ് എ എന്ന് പറയുന്ന i j k കോയിഫിഷ്യന്റ് -4 0 4. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ i ഇൻറ്റു ഡിറ്റർമിനന്റ് 3 2 0 4 മൈനസ് ജെ ഇൻറ്റു ഡിറ്റർമിനന്റ് 2 2 മൈനസ് 4 4 പ്ലസ് k ഇൻറ്റു ഡിറ്റർമിനന്റ് 2 3 മൈനസ് 4 0 which is equal to i into 12 minus 0 minus j into 8 minus minus 8 plus k into 0 minus minus 12 which is equal to 12i minus 16j. കാരണം ഇത് 16 ആണ് വരിക, ഇവിടെ പ്ലസ് 12 ആണ് വരിക. അപ്പോൾ പ്ലസ് 12k. therefore vector equation becomes, നമ്മൾ മുകളിൽ എഴുതിയ ഈ പറഞ്ഞ കാര്യത്തിന് ഒന്ന് വ്യത്യാസം വരുത്താണ്. വെക്ടർ ഇക്വേഷൻ ബിക്കംസ് വെക്ടർ ആർ മൈനസ് എ വെക്ടർ എന്നതിന് പകരം നമ്മൾ എ വെക്ടർ ഇവിടെ എഴുതിയിട്ടുണ്ട് 3i മൈനസ് ജെ പ്ലസ് 2k ഡോട്ട് ബി മൈനസ് എ ക്രോസ് സി മൈനസ് എ എഴുതാനുള്ളത്. അതിൻ്റെ ആൻസർ നമ്മൾ തൊട്ട് മുകളിൽ കണ്ടെത്തി കഴിഞ്ഞു. 12i മൈനസ് 16j പ്ലസ് 12k ഈക്വൽ ടു 0 which is the vector equation of the plane. ഫോക്കസ് ഏരിയയുമായി കണക്ട് ചെയ്തുകൊണ്ട് പ്ലെയിൻ എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുകയുള്ളൂ. ഏതൊക്കെ ഫോർമുലാസുകളാണ് നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 3 ഡയമെൻഷൻ എന്ന് പറയുന്നതിൽ നിങ്ങൾ പ്ലെയിൻ എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് 3 പോയിന്റുകളിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആയിട്ട് വരാറുണ്ട്. 3 മാർക്കൊക്കെ വെയിറ്റേജും വരാറുണ്ട്. ചോദിക്കുകയാണെങ്കിൽ വളരെ ഈസിയായി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾ നല്ലതുപോലെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.